മലയാളികൾ എല്ലാവരും ഇപ്പോൾ അറിയുന്നത് നടൻ മമ്മൂട്ടിയുടെ വീട്ടിലെ ഒരു സങ്കട വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ നടൻ മമ്മൂട്ടിയോടൊപ്പം ഏറെ നാളുകൾ അഭിനയിച്ചിരുന്ന അദ്ദേഹത്തിന് പ്രിയപ്പെട്ട താരവും അതുപോലെ തന്നെ ഒരു സൗഹൃദവും സാഹോദര്യവും ഒക്കെ തോന്നിയ ഒരു താരത്തിൻ്റെ മരണമാണ് ഇപ്പോൾ അദ്ദേഹം കാണുന്നത്. നടൻ കൃഷ്ണൻ TS കൃഷ്ണനാണ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത്. നടൻ മമ്മൂട്ടിക്കും കണ്ണീരടക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് കിങ്ങിലെയും ഏകലവ്യൻ്റെയും സ്റ്റൈലിഷ് വില്ലൻ എന്ന് തന്നെ നമുക്ക് പറയാം. മമ്മൂട്ടിയുടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു. ആ രണ്ട് സിനിമയിലും ഈ വില്ലനെ അങ്ങനെ അധികം ആരും മറക്കാൻ സാധ്യതയില്ല. അതിനൊരു കാരണം തന്നെയുണ്ടെന്ന് പറയണം. പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വില്ലനെ എങ്ങനെയാണ് മറക്കാൻ സാധിക്കുക? ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. അത് അത്രയും ഉറപ്പ് തന്നെയാണ്. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാകാത്ത കഥാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ കൊണ്ടും സ്റ്റൈലിഷായ രൂപം കൊണ്ട് തന്നെ നമുക്ക് നേടിത്തന്നിരിക്കുന്നത്. അതെടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. നടൻ മമ്മൂട്ടിക്കും കണ്ണീരടക്കാനാവാതെയാണ് ഇത് കടന്നു പോകുന്നത്. TS കൃഷ്ണൻ എന്ന പേര് കൊണ്ട് പലരും തിരിച്ചറിയില്ലെങ്കിലും രൂപം കൊണ്ടറിയും. സ്ഥലത്തെ പ്രധാന പയ്യൻസ്, ഏകലവ്യൻ തുടങ്ങി എത്രയോ സിനിമകളിൽ വില്ലൻ റോളുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. സ്ഥലത്തെ പ്രധാന പയ്യൻസിൻ്റെ സെറ്റിൽ വെച്ചാണ് സംവിധായകൻ ഷാജി കൈലാസ് കൃഷ്ണനുമായി കൂടുതൽ അടുക്കുന്നത്. ആ ഒരു അടുപ്പം ഒരു സാഹോദര്യ ബന്ധത്തോളം വളർന്നു. അത് കൃഷ്ണൻ്റെ കരിയറിൽ വഴിത്തിരിവായി. ഏകലവ്യനിലെ കഥാപാത്രം കൃഷ്ണൻ്റെ കരിയർ മാറ്റിമറിച്ചു. ആളുകൾ തിരിച്ചറിയുന്ന തലത്തിലേക്ക് വളർന്നു. നെഗറ്റീവ് റോളുകളിൽ കൃഷ്ണൻ തകർത്തഭിനയിച്ചു. എന്നാൽ വ്യക്തിജീവിതത്തിലെ ചില തിരിച്ചടികൾ അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തി. അതിൽ നിന്ന് കരകയറാനായി മദ്യപാനത്തെ ആശ്രയിച്ചു. സാധാരണഗതിയിലുള്ള മദ്യപാനമായിരുന്നില്ല അത്. എല്ലാ അതിരുകളും ലംഘിക്കുന്ന ഒരു തരം അടിമത്തം. വല്ലാത്ത അപകടത്തിലേക്കാണ് കൃഷ്ണൻ്റെ പോക്കെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ബോധ്യമായി. വിവരമറിഞ്ഞ ഷാജി കൈലാസ് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തിരുന്നു. ഇനി മദ്യപിച്ചാൽ പിന്നെ എൻ്റെ ഒരു പടത്തിലും നീ ഉണ്ടാകില്ല. ഗുരുതുല്യനായ ഷാജിയുടെ ഉപദേശം കൃഷ്ണനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് മാതാപിതാക്കളും സഹോദരനും കണക്ക് കൂട്ടി. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരു ദിവസം കൃഷ്ണനെ കാണാതായി. ഒരു മാസത്തോളം ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയുണ്ടായിരുന്നില്ല. പരിചയമുള്ള വീടുകളിലും സ്ഥിരമായി തങ്ങാറുള്ള ഹോട്ടലുകളിലും അരിച്ചുപെറുക്കി. പക്ഷേ ഒരറിവും കിട്ടിയില്ല. ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ മടങ്ങി വന്നു. എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടി ഇതായിരുന്നു: ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പമായിരുന്നു. വീട്ടുകാർ വീണ്ടും ഷാജിയുടെ സഹായം തേടി. അദ്ദേഹം വളരെ കാര്യമായി ഗുണദോഷിച്ചു. ഇനി നീ എവിടെയും പോകരുത്, വീട്ടിൽ തന്നെ ഉണ്ടാകണം, നാട്ടിൽ കാണണം എന്നൊക്കെ പറഞ്ഞു. കിങ്ങായിരുന്നു അവസാനത്തെ ചിത്രം. അതിലെ അനന്തൻ എന്ന കഥാപാത്രവും താളപ്പിഴകളില്ലാതെ അദ്ദേഹം അവതരിപ്പിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിങ്ങനെ അന്നത്തെ 3 സൂപ്പർ താരങ്ങൾക്കൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരുപടി ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം കൺമുന്നിൽ എന്ന പോലെ ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിലുണ്ട്.